ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമലർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏകലവ്യ ബാച്ചിലെ ജോമെട്രിയുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ജോമെട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സിൽ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ആവശ്യമുള്ളവർ മാത്രം കാണുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ മൂന്നാമത്തെ ക്ലാസ്സാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ദയവായിട്ട് ആദ്യത്തെ 2 ക്ലാസ്സിൽ കാണുക. അപ്പോൾ നമ്മൾ ഓർഡറിൽ ഏറ്റവും ബേസ് മുതൽ ഹൈ ലെവൽ വരെയുള്ള ജോമെട്രി, കംപ്ലീറ്റ് ആയിട്ട് ജോമെട്രി, SSC എക്സാമുകൾക്ക് അതേപോലെ റെയിൽവേ എക്സാമുകൾക്ക് നിങ്ങൾക്ക് ജോമെട്രി എക്സാമായിട്ട് വരുന്ന ചാപ്റ്റർ പഠിക്കാനുള്ള ഏത് എക്സാമിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കധികം സംസാരമില്ലാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഏകലവ്യ ബാച്ചിൽ ഓൾറെഡി പെർസെൻറ്റേജിൻ്റെ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. AR15 കേരള റാങ്ക് 1 ഇൻ്റർവ്യൂ ചാനലിലുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്, ഇപ്പോൾ നമ്മുടെ PSCയിൽ ഒരു 500 റാങ്ക് കേരള 500 റാങ്ക് കിട്ടുന്ന ഒരാളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഒരുപാട് ലക്ഷത്തിൽ അധികം വ്യൂസ് പോകും. എന്നാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് റാങ്ക് 1 കിട്ടിയ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ CGL പോലൊരു എക്സാമിൽ റാങ്ക് 15 കിട്ടിയ ആളുടെ ഇൻ്റർവ്യൂവിന് വ്യൂസ് അതനുസരിച്ചില്ല, അതിൻ്റെ പകുതി പോലും ഇല്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നു, എത്രത്തോളം നമുക്ക് അത് വേണം എന്നുള്ള അതിനെ കാണിക്കുന്നു. അപ്പോൾ നമ്മളുടെ അവിടെ പോപ്പുലാരിറ്റി കുറഞ്ഞതുകൊണ്ടാവാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കണ്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് എന്ത് ചെയ്യുക, പഠിക്കും. യെസ്, അപ്പോൾ നമുക്കിത് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബാക്കിയുള്ള എല്ലാവർക്കുമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ നിന്നും SSC റെയിൽവേ ബാങ്ക് എക്സാമുകൾക്ക് പഠിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്നും പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിലെല്ലാം കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള കണ്ടന്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. യെസ്, അപ്പോൾ നമ്മൾ ജോമെട്രിയുടെ ക്ലാസ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് ഈ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ ഈസ് 15 ഡിഗ്രി മോർ ദാൻ 3 times ഇറ്റ്സ് കോംപ്ലിമെന്ററി. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ആംഗിൾ? അപ്പോൾ എന്താണ് സപ്ലിമെന്ററി, എന്താണ് കോംപ്ലിമെന്ററി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ആംഗിളിന്റെ സമ്മ് 90 ഡിഗ്രി ആയാൽ അതാണ് കോംപ്ലിമെന്ററി ആംഗിൾ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇന്നലെ ഇത് കുറേ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ 50, ആംഗിൾ ഈസ് 15 മോർ ദാൻ 3 times ദ കോംപ്ലിമെന്ററി. അപ്പോൾ ഒരു ആംഗിളിന്റെ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 നിന്നും ആ ആംഗിൾ കുറയ്ക്കുന്ന വാല്യൂ ആയിരിക്കും. 180 - x ആയിരിക്കും അതിന്റെ സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ. അത് കൂടുതലാണ് ആരെക്കാളും കൂടുതലാണ് 3 times കോംപ്ലിമെന്ററി. 3 times കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ആ ഒരു 90 മൈനസ് ആ ഒരു ആംഗിൾ, 90 നിന്ന് ആ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കോംപ്ലിമെന്ററി കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ തിയറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 15 ഡിഗ്രി. നമുക്ക് എന്തിൻ്റെ വാല്യൂ, വാട്ട് ഈസ് വാല്യൂ ഓഫ് ദ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്രയാണ്? X ആണ്. Xൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 3 ഇൻറ്റു ഇവിടെ -3 ആണ്. -3 ഇൻറ്റു 90 -270 വരും. -3 ഇൻറ്റു -x. അപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ -3 ഇൻറ്റു -x ഇവിടെ +3x വരും. അപ്പോൾ ഇവിടെ ഒരു -x ഉണ്ട്, ഇവിടെ +3x ഉണ്ട്. അപ്പോൾ നമുക്ക് -x ഉം +3x ഉം ഇവിടെ 2x എന്ന് വരും. ഇനി ഇവിടെ 180 ഉണ്ട്, ഇവിടെ -270 ഉണ്ട്. അപ്പോൾ -270 ഉം 180, -270 ഉം ഇവിടുത്തെ 180, -270 -180 എത്രയാണ്? -90 ആണ്. ആ -90 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +90 റൈറ്റ് സൈഡ് വരും. അപ്പോൾ 90 + 15 ഇവിടെ കിട്ടും. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 105 ഡിഗ്രി. ഇപ്പോൾ 2xൻ്റെ വാല്യൂ 105 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 105/2 57. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഏകലവ്യ ബാച്ചിലെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി തരുമായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷനിലോട്ടൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയും നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂടാൻ വേണ്ടിയും നമ്പേഴ്സിനെ അറിയാൻ വേണ്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് മൊത്തവും എഴുതി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 57 അല്ല 52, 105ൻ്റെ പകുതി 52, 52 ഇരട്ടിയാണ് 105. അപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ കഴിയുന്നവർക്ക് ഇനി എന്ത് ചെയ്യാതെ മതി? ഇത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ 57 അല്ല 52 ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് ഹോംവർക്ക് ആയതുകൊണ്ട് എങ്ങനെയാണത് ചെയ്യുന്നത്? യെസ്, 72 അല്ലല്ലോ, സോറി, 52. യെസ്, 52 ഓപ്ഷൻ സി കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഇത് അടുത്തൊരു ടൈപ്പാണ്. നമ്മൾ എല്ലാ ടൈപ്പും എന്ത് ചെയ്യും? അവസാനം ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഇത് ഇടുകയും ചെയ്യും. ദ ഫോളോയിങ് ഫിഗർ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് പോവാം. ദ ഫോളോയിങ് ഫിഗർ BOP എന്ന് പറയുന്ന ആംഗിൾ, BOP എന്ന് പറയുന്ന ആംഗിൾ 2x ആണ്. x എന്ന് തന്നിട്ടുണ്ട്. ഇത് ആംഗിൾ ബൈസെക്ടർ ആണ്. OC ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ്. OC എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. AOP
AOP എന്ന് പറഞ്ഞാൽ എന്താ? AOP 2y ആണ് ആയിക്കോട്ടെ. OC ആൻഡ് OD ആർ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് BOP. ആംഗിൾ BOP അങ്ങനെ വായിക്കുന്നത്. BOP, ബിയിൽ തുടങ്ങി ഒയിൽ തുടങ്ങി പി. BOP ആംഗിൾ BOPയുടെ ആംഗിൾ ബൈസെക്ടർ, അതായത് ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ലൈനെയാണ്, ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ OC എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ്. അതുകൊണ്ട് ഈ 2x എന്നുള്ളത് x എന്ന് മാറി y എന്ന് മാറി. AOPയുടെ ആംഗിൾ ബൈസെക്ടർ ആണ് OD എന്ന് പറയുന്നത്. OD എന്ന് പറയുന്ന ലൈൻ കണ്ടോ? OD എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ എന്ത് ചെയ്തു? അതും ബൈസെക്ട് ചെയ്ത് y ആയി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ COD. ആംഗിൾ COD ഇതൊരു പ്രോപ്പർട്ടി കൂടെയാണ് ഇങ്ങനെ ഉള്ള പ്രോപ്പർട്ടിയാണ്. 90 ഡിഗ്രിയാണ് ആൻസർ. അപ്പോൾ അത് എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആംഗിൾ COD എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ COD എന്ന് പറഞ്ഞാൽ x+y ആണ്. ഇപ്പോൾ x+yയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു, ഒരു സ്ട്രേറ്റ് ലൈനിലെ ആംഗിൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സ്ട്രേറ്റ് ലൈനിലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈനിൽ ഇവിടെ AB എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ അവിടെ ടോട്ടൽ ആംഗിൾ എത്ര വരും? ഒരു y ഉണ്ട്, 2y ആയി, 2x ആയി. അപ്പോൾ 2 × x+y, 2xും 2yയും 2 × x+y ആണ് ടോട്ടൽ സ്ട്രേറ്റ് ലൈനിലെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അത് നമുക്ക് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് x+y എന്തെന്ന് പറയാം? 180/2 90 ഡിഗ്രി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കുക. നമ്മളുടെ ഒരു ലൈനിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു. അതിപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, സ്ട്രേറ്റ് ലൈൻ ആവണമെന്നില്ല. നിങ്ങൾക്ക് വേറെ ഏത് ചരിവിലൂടെയും വരയ്ക്കാം. അതാ ഒരു സ്ട്രേറ്റ് ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടറും ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടറും വരച്ചു. അങ്ങനെ ആ രണ്ട് ആംഗിൾ ബൈസെക്ടറിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വിത്തൗട്ട് പെൻ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഡൗട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പണ്ട് മുതലേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ഫൈൻഡ് y if x = 36 ഡിഗ്രി ആസ് പെർ ദ ഗിവൺ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈയുടെ വാല്യൂ വേണം. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് 4y 3x 2y. അപ്പോൾ നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിളിൻ്റെ സമ്മ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു 360 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എന്ത് വരും? 1x ഉണ്ട്, 3x ഉണ്ട്, എന്ന് പറഞ്ഞാൽ 4x ഉണ്ട്. അധികം ഇവിടെ 4y ഉണ്ട്, 2y ഉണ്ട്. എത്ര y ഉണ്ട്? 6y ഉണ്ട്. അപ്പോൾ 4xും 6yയും കൂടെ കൂട്ടുന്നതാണ് നമുക്ക് 360 ഡിഗ്രി. ഇതിനകത്ത് ഓൾറെഡി എക്സിൻ്റെ വാല്യൂ 36 തന്നിട്ടുണ്ട്. അതായത് 36 × 4 144 ആണ്. 6yയുടെ വാല്യൂ നമുക്ക് 360 - 144 കിട്ടും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 360 - 144/6 എന്ന് പറഞ്ഞാൽ 360/6 - 144/6 ആണ്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. ഷോർട്ട് വീഡിയോസ് എല്ലാം കാണാം. നമ്മുടെ മാത്സിൻ്റെ ട്രിക്കൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം. 360/6 60 -144/6 എന്ന് പറയുമ്പോൾ 24. 60 - 24 എത്രയാണ്? 36. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഡെയിലി ആ കാൽക്കുലേഷൻ്റെ എക്സസൈസിൻ്റെ പവറാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. എനിക്കിപ്പോൾ വേണമെങ്കിൽ 60 - 34 നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സിലോട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യുക. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വൈയുടെ എക്സിൻ്റെ വാല്യൂ കൊടുത്തു, വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. വളരെ ഈസി ആയിട്ട് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈം വെച്ചിട്ട്, ഇതിനകത്ത് ഏത് ടൈമിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് ചോദിച്ചാൽ അപ്പോൾ തന്നെ ആൻസർ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ഡൗട്ടിന് ഞാൻ ആൻസർ തരാതിരുന്നിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇൻ ഫിഗർ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് വൈ. അപ്പോൾ വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം തന്നിട്ടുള്ളത്, ഇവിടെ 5y ഉണ്ട്, ഇവിടെ 2y ഉണ്ട്, ഇവിടെയും 5y ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞു നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സ്ട്രേറ്റ് ലൈൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതേപോലെ ഈ ആംഗിളും എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് y ആണെങ്കിൽ ഇത് y ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആംഗിളിനെ നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്. ഏതൊക്കെയാണ്? CD എന്ന് പറയുന്ന ലൈനും EF എന്ന് പറയുന്ന ലൈനും ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് ആംഗിളാണ് ഇതെന്ന് പറയുന്നത്. ഇത് 5y ആണെങ്കിൽ ഇതും എന്താണ്? 5y ആണ്. ഇനി നമുക്ക് നോക്കാം, AB എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. AB എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ AB എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിൽ ടോട്ടൽ ഈ ആംഗിൾ, സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5yയും 5yയും 2yയും 5 10 12y ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 180/12 15 കിട്ടും. 15 × 12 ആണ് നമുക്ക് 180 എന്ന് പറയുന്നത്. കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട വാല്യൂ 37 × 3 111. കാണാതെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്. 17 × 13 221. കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, 15 × 12 180 ആണ്. ഇപ്പോൾ 12 വൈയുടെ വാല്യൂ 15 ആണ്. 15 ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും, 100 200 കണക്കിന് 200 പുറത്ത് ക്വസ്റ്റ്യൻ ജോമെട്രിക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കും. യെസ്, നിങ്ങളുടെ സപ്പോർട്ട് മാത്രം, നിങ്ങൾ ഫുൾ ക്ലാസ്സുകൾ കാണുക. പ്ലേലിസ്റ്റിൽ ഏകലവ്യ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇൻ ദ ഗിവൺ ഫിഗർ AOB എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രേറ്റ് ലൈൻ ആണ്. AOCയുടെ വാല്യൂ വന്നിട്ടുണ്ട് 3x - 10. ആദ്യം നിങ്ങൾ ജോമെട്രിയുടെ പേടി അങ്ങ് മാറ്റുക. വളരെ സിമ്പിളാണ്, ആ ഒരു രീതി തന്നെ കണ്ടു പഠിക്കും. AOC തന്നിട്ടുണ്ട്. AOC 3x - 10. COD 50 തന്നിട്ടുണ്ട്.
അപ്പോൾ ആദ്യമൊക്കെ ഫിഗർ തരും, പക്ഷേ നമ്മുടെ നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് ഫിഗർ നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കണമായിരിക്കും. പക്ഷേ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ കണ്ട് പഠിക്കാം, പിന്നെ നമുക്ക് ഫിഗർ വരയ്ക്കാൻ പഠിക്കാം. യെസ്, ആംഗിൾ BOD എന്ന് പറഞ്ഞാൽ X+20 അതെല്ലാം തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് തരത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കണം. AOCയുടെ വാല്യൂ ആണ് വേണ്ടത്, AOC അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈൻ AB എന്ന് പറഞ്ഞൊരു സ്ട്രേറ്റ് ലൈൻ ആണ്, അതിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതിന് നമുക്ക് 3x, ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും 3x - 10 + 50 + x+20 ഇങ്ങനെ എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എത്ര ബിഗിനറോ ആയിക്കോട്ടെ, എത്ര സ്റ്റാർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, ഇത് ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങളെ ഒരു എന്താ പറയുന്നത്, തുടക്കക്കാരെ ബേസിക് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന രീതി തന്നെ തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നു, ഓക്കെ ആയി, ഇനി എന്താ 180 = നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, മനസ്സിൽ ചെയ്യാൻ പറ്റുന്നത് മനസ്സിൽ തന്നെ ചെയ്യണം. എല്ലാവരുടെയും മനസ്സിൽ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 3x ഉണ്ട്, x ഉണ്ട്, ഇത് കൂട്ടുന്ന സമയത്ത് 3x ഉം x ഉം 4x ഡയറക്റ്റ് എഴുതാം. ഇവിടെ -10 ഉം 50 കൂട്ടുന്ന സമയത്ത് 40 ആവും അല്ലേ, വലുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇടുക, 40 ആവും, 40 20 60 ആവും, ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഇനി നമുക്ക് 4xൻ്റെ വാല്യൂ, നിങ്ങൾക്ക് ഇത് വേണമെന്നില്ല, 4xൻ്റെ വാല്യൂ 180 നിന്നും പ്ലസ് അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ആവും, 180 - 60 120 വരും. ഇപ്പോൾ 4xൻ്റെ വാല്യൂ 120 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 30 ഡിഗ്രി. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 ആണെങ്കിൽ AOC എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. ഓപ്ഷനകത്ത് 30 ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 30 കൊടുക്കുമായിരുന്നോ? അതെന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ സില്ലി മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സിൻ്റെ വാല്യൂ 30 ആണെങ്കിൽ AOC എന്ന് പറഞ്ഞ വാല്യൂ എന്ത് വരും, AOC എക്സിന് വേണ്ടി 30 കൊടുക്കുക. അപ്പോൾ 3 × 30 90 - 10 നമുക്ക് എത്ര എന്ന് കിട്ടും, ഓപ്ഷൻ C 80 ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കൺസെപ്റ്റുകൾ അറിയാൻ വേണ്ടി നമ്മൾ ബേസിക് ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിയോമെട്രിയിൽ നിങ്ങളെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ഫോളോയിങ് ഫിഗർ വിച്ച് ഓഫ് ദ വാല്യൂ ഓഫ് BOC, ആംഗിൾ ഏതാ വേണ്ടുന്നത്, BOC ആംഗിളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. BOC അതായത് Bയിൽ തുടങ്ങി Oയിൽ തുടങ്ങി C, അതായത് ഈ ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ആംഗിൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക, ഇവിടെ എത്രയൊക്കെ വെർട്ടിക്കൽ ആംഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. ദാ ഇത് നോക്ക്, EF എന്ന് പറയുന്ന ലൈനും നമ്മളുടെ AB എന്ന് പറയുന്ന ലൈനും, EF ഉം AB മാത്രം നോക്ക്, ദാ EF ഉം ഇപ്പോൾ ഈ പച്ച വരയ്ക്കുന്ന നോക്ക്, EF ഉം EF ABയും എന്താണ്, ഒരു ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടാക്കും. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും, 40 ആയിരിക്കും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 40 ഒന്നും കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് ചെയ്യാം. എന്താ ഇവിടെ ഏതാ വേറെ ഉള്ളത്, CD എന്ന് പറയുന്നത് ഈ ലൈനും, CD എന്ന് പറയുന്ന ഈ ലൈനും, EF എന്ന് പറയുന്ന ലൈനും, CD എന്ന് പറയുന്ന ലൈനും EF എന്ന് പറയുന്ന ലൈനും ഉണ്ടാക്കുന്ന ഈ ഒരു ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താ വേണ്ടത്, BOC അല്ലേ വേണ്ടത്. ഓക്കെ സിമ്പിളായിട്ട് ഇത്രയും വേണ്ട, അതും വേണ്ട, ഫിഗറിൽ നിന്ന് നോക്കി തന്നെ ചെയ്യുന്നത്. നോക്ക്, ഇത് 31 ആണെങ്കിൽ ദാ ഈ ഒരു ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, 31 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിളാണ്. CD എന്ന് പറയുന്ന ലൈനും AB എന്ന് പറയുന്ന ലൈനും ഉണ്ടാക്കുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് 31. അപ്പോൾ ടോട്ടൽ AB എന്ന് പറഞ്ഞാൽ 180. 180 നിന്നും ഇപ്പോൾ ബാക്കി ഇത്രയും ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു വരച്ചേക്കുന്ന ആംഗിൾ ഇതാ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ ABയുടെ സ്ട്രേറ്റ് ലൈനിലെ ആംഗിൾ 180 ആണ്. അതിൽ നിന്ന് 31 കുറച്ചാൽ നമുക്ക് 149 ഡിഗ്രി കിട്ടും. ആ 149 ഡിഗ്രി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്, അത് തന്നെയാണ് BOCയുടെ വാല്യൂ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആംഗിൾ BOC എന്ത് പറയാം, 149 ഡിഗ്രി. ഓപ്ഷൻ B കൊടുക്കാം, വേറെ ഒന്നുമില്ല. നമ്മുടെ ആ സ്ട്രേറ്റ് ലൈനിലെ 180 ഡിഗ്രിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ചു. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ. ആദ്യം നിങ്ങൾ ഫിഗറൊക്കെ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ ഫിഗറൊക്കെ ഇവർ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഫിഗറും വരയ്ക്കാം. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ D and E are points on side AB and AC of triangle ABC such that DE parallel to DC. അതായത് DE എന്ന് പറയുന്നത് BCക്ക് പാരലാണ്. ഇത് രണ്ടും എന്താണ്, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇനി ഇങ്ങനെയൊക്കെ ചോദിക്കും, നമുക്ക് ABC ലൈൻ ഉണ്ട്, അതിനകത്ത് ABCക്കകത്ത് D എന്ന് പറയുന്നത് E എന്ന് പറയുന്ന 2 പോയിന്റ് ഉണ്ട്, അത് രണ്ടും പാരലാണ് BCക്ക്. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും, ക്വസ്റ്റ്യൻസ് വരും. ഏറ്റവും അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മൾ ആ ഫിഗർ കാണിച്ചു തന്നു, ഓക്കെ ആയിക്കോട്ടെ. B is 30 തന്നിട്ടുണ്ട്, A is 40 തന്നിട്ടുണ്ട്. XYZൻ്റെ വാല്യൂ വേണം, XYZ. അപ്പോൾ നമുക്ക് ആദ്യമേ Y കണ്ടുപിടിക്കാം. Y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ നമ്മൾ ട്രയാങ്കിൾ പഠിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളോട് കൂട്ടുന്നത് എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ N എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സമ്മ് N - 2 × 180 ഡിഗ്രി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിഗൺ പഠിപ്പിച്ചു. N ന് 3 കൊടുക്കുമ്പോൾ 3 - 2 × 180, അതായത് 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ്. അതിനകത്ത് ഇവിടെ എത്രയായി, 40 30 70 കഴിഞ്ഞു. അപ്പോൾ 110 വരണമെങ്കിൽ Y എത്ര, 180 വരണമെങ്കിൽ Y എത്ര പറ്റൂ, 110 പറ്റൂ. അപ്പോൾ Yയുടെ വാല്യൂ എന്താണ്, 110 ആണ്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ 110 വരുന്ന
ഓപ്ഷൻ ചെയ്തേ ഉള്ളൂ. രണ്ടാമത്തെ ആംഗിൾ 110 വരുന്ന ആംഗിൾ എക്സ് വൈ സെഡ് റെസ്പെക്റ്റീവ്ലി. രണ്ടാമത്തെയാണ് വൈ എന്ന് പറയുന്നത് 110 വരുന്ന ഒരു ഓപ്ഷനുള്ളൂ. ഓപ്ഷൻ എ കൊടുക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടെണ്ണം 110 ഒന്ന് വെച്ചോ, ഇത് 110 വെച്ചോ. ഇനി എക്സ് വേണം. എക്സ് വേണമെന്ന് പറഞ്ഞാൽ എന്താ, ഇത് രണ്ടും പാരൽ ലൈൻസാണ്. അപ്പോൾ നമ്മളൊരു പാരൽ ലൈൻസ്, രണ്ട് പാരൽ ലൈൻസ് ആണ്. ഈ ഇതെന്ന് പറഞ്ഞൊരു ട്രാൻസ്വേഴ്സിലാണ്. ഇവിടെ ദാ എ ഡി ബി എന്ന് പറഞ്ഞ ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ മേലുള്ള ഇത് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. എന്താ നമ്മൾ പഠിച്ച കറസ്പോണ്ടിങ് ആംഗിൾസ്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളാണ് 30 എന്ന് പറയുന്നത്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ 30 ആണെങ്കിൽ അതെന്താണ്, രണ്ട് സ്ട്രേറ്റ് ലൈനാണ്. നിങ്ങൾ ഡിയും ബി സിയും മാത്രം ആലോചിക്കുക. ഡിയും ബി സിയും ലൈൻ മാത്രം ആലോചിക്കുമ്പോൾ എ ഡി ബി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി ഉണ്ടാക്കിയാൽ ഇവിടെ എക്സ് ഡിഗ്രി. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. ഇത് 30 ആണെങ്കിൽ ഇത് 30 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, 30 കിട്ടും. 30 വന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 30, വൈ ഈക്വൽ ടു 110. ദെൻ വൈ 110 ആണെങ്കിൽ ഇസഡ് എത്ര ആയിരിക്കും, അതായത് നോക്കിയാൽ ഇതും അതേപോലെ അല്ലേ, ഡി എന്ന് പറയുന്ന ലൈൻ, ബി സി എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ എ സി എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സിൽ വരച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെ മേളിലുണ്ടാക്കുന്ന ആംഗിളാണ് ഇസഡ്, താഴെ ഉണ്ടാക്കുന്ന ആംഗിളാണ് 110. ഇതും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എന്താണ് ട്രാൻസ്വേഴ്സൽ എല്ലാം പഠിച്ചു, അതെല്ലാം നമ്മൾ പഠിച്ചു. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതും തന്നെ ആയിരിക്കും, ഇസഡ് തന്നെ ആയിരിക്കും. വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു എത്ര ആയിരിക്കും, 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ, എക്സ് എന്ന് പറഞ്ഞാൽ 30, വൈ എന്ന് പറഞ്ഞാൽ 110, ഇസഡ് എന്ന് പറഞ്ഞാൽ അതും 110 വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ബേസ് ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർക്ക് ബേസായി. ജോമെട്രിയിൽ എന്താണ് സംഭവം, ഇവരെന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത തേർഡ് ടൈപ്പ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 3-4. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടിയാണ്. വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും, നമ്മുടെ ചാനൽ മുന്നോട്ട് തന്നെ പോയിരിക്കും എന്ത് സംഭവിച്ചാലും. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ എ ബി പാരലൽ ടു ഡി, എ ബിയും പാരലും എന്താണ്, എ ബിയും ഡി എന്താണ്, പാരലാണ്. എ ബി സി 67 ആണ്. എ ബി സി 67 ഡിഗ്രിയാണ്. ഇ ഡി സി 63 ആണ്. ഇ ഡി സി 23 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ആംഗിൾ ബി സി ഡി. ബി സി എന്ന് പറയുന്ന ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്. ഇവിടെ എന്താ, പാരലായിട്ടുള്ള രണ്ട് ലൈൻ ആരൊക്കെയാണ്, എ ബിയും സി ഡിയും ആണ്, അല്ലെങ്കിൽ ഈ ഡിയും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇതിനൊരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 67, 21 കൂട്ടുന്നതായിരിക്കും. ഇതിനെ നമ്മൾ ഒരു 6 ആഗ് ലൈൻ എന്നൊക്കെ പറയും. 67 + 21 കറക്റ്റ് 90 നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ ഇതെങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ ഒരു പാരൽ ലൈൻ വരയ്ക്കാം. ഇതിന് രണ്ടിനും പാരലായിട്ട് ഒരു പാരൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ പാരൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇത് 67 ആണെങ്കിൽ ദാ ബി സി എന്ന് പറഞ്ഞത് ഒരു ട്രാൻസ്വേഴ്സിലാണ്. ഇത് ഒരു പാരലായിട്ട് ലൈൻ വരച്ചു. അങ്ങനെ ട്രാൻസ്വേഴ്സിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് 67 ആണ്. അങ്ങനെയാണെങ്കിൽ അകത്തുണ്ടാക്കുന്ന ആംഗിൾ, അപ്പോൾ നമ്മൾ രണ്ട് പാരൽ ലൈൻസിൻ്റെ അകത്തെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 67ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 180 വരണം. 13 കൂട്ടിയാൽ 80 വരും. 113 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇത് 23 ആണ്. 23 ആണെങ്കിൽ ഇത് എത്ര വന്നേ പറ്റൂ, 23 എത്ര കൂട്ടിയാൽ, നമ്മൾ പഠിച്ചാണ് രണ്ട് പാരൽ ലൈൻസിന് ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ സമ്മ് 180 ആയിരിക്കും. 23 എത്ര കൂട്ടണം, 7 കൂട്ടിക്കഴിഞ്ഞാൽ 30 ആവും, ബാക്കി 150, അതായത് 157 വരും. അപ്പോൾ ഇത് ഒരു പോയിൻ്റാണ്. അപ്പോൾ 157 113 എത്ര വന്നു നമുക്ക്, 157 167 170 270 വന്നു. ഇപ്പോൾ 270 വന്നു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റും എത്രയാണ്, 360 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 360 - 270 നമുക്ക് എന്ത് കിട്ടും, ആൻസർ 90 ഡിഗ്രിന്ന് ആൻസർ കിട്ടും. പക്ഷേ നിങ്ങൾ ഇനി ഇവിടെ നിന്നും ഞാൻ പറഞ്ഞു കുറച്ച് ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ GK പോലെ പഠിക്കേണ്ട സാധനമാണ്. ജോമെട്രിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഇതേപോലെ ഡിറൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു ക്യാച്ചി ഫിഗർ ദാ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാം ഫിഗർ. അപ്പോൾ അതിനകത്ത് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഈ ആംഗിൾ. ഇവിടെ ഈ ഒരു കേസിൽ ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട്, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ആംഗിൾസിൻ്റെ എല്ലാം സമ്മായിരിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിഗർ തരുവാണ്, ഇങ്ങനെ ഒരു ഫിഗർ വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിളാണ്, ഇവിടെ വൈ എന്ന് പറയുന്ന ആംഗിളാണ്. എക്സ് എന്ന് പറയുന്ന ആംഗിളും വൈ എന്ന് പറയുന്ന ആംഗിളുമാണ്. എന്നാൽ നമുക്ക് ഇവിടുത്തുള്ള ആംഗിൾ വേണ്ടത്. ഇപ്പോൾ ഇവിടുത്തുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വൈ ആണെങ്കിൽ നോക്കേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെയും ഇതേപോലെ ചെയ്യാം. ഇവിടെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അതാ ഇവിടെ വേറൊരു രീതി ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. അത്രയും ചെയ്യേണ്ട കാര്യമില്ല, അത്രയും കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കാം. ഇവിടെ ഞാൻ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാരൽ ലൈൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇത് 67 ആണെങ്കിൽ ബി സി എന്ന് പറയുന്നത് ഇതെന്താ പാരലായിട്ട്, രണ്ടിനും പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ഇനി ബി സി എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സിലാണ്. ഇത് 67 ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും, ഇത് 67 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇത് ഇന്റേണൽ ഓപ്പോസിറ്റ് ആംഗിൾ, ഇന്റേണൽ ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഇന്റീരിയർ ആൾട്ടർനേറ്റ് ആംഗിൾസ് 67 ഇവിടെ 23. സി ഡി എന്ന് പറയുന്നത്
ഇത് പി ഡി ആണെന്ന് വെച്ചു, പി ക്യു ആണെന്ന് വെച്ചു. പി ക്യു എന്ന് പറയുന്ന ലൈന് പാരലായിട്ടുള്ള ലൈനാണ് ഡി. ഇത് 23 ആണെങ്കിൽ സി ഡി എന്ന് പറയുന്നത് എന്താണ്? സി ഡി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സലാണ്. ഇത് 23 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 23 ആയിരിക്കും. ഇതും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച. അപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 67 + 23 നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. ഇത് എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പ്രൂഫ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇനി ഇത് കാണാതെ പഠിച്ചേ പറ്റും. ഇത് കാണാതെ പഠിക്കണം. ഇതിപ്പോൾ എക്സ് ആംഗിളും ഇത് വൈ ആംഗിളും ആണെങ്കിൽ ഞാനിതിന് പാരലായിട്ട്, രണ്ടിനും പാരലായിട്ട്, 2 പാരൽ ലൈൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പാരലായിട്ട് ലൈൻ വരച്ചാൽ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് വരും. ഇത് വൈ ആണെങ്കിൽ ഇവിടെ ട്രാൻസ്വേഴ്സിൽ വരുന്നുണ്ട് വൈ വരും. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് + y ഡിഗ്രി ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഇതേപോലെ ഏത് വന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് എക്സ് ആണെങ്കിൽ വൈ ആണെങ്കിൽ ഇത് എക്സ് + y. ഓക്കെ, എക്സ് ആണ് വൈ ആണെങ്കിൽ എക്സ് + y. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പാരൽ ലൈൻസിൻ്റെ കാര്യങ്ങളും ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുവാണ്. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ APO 42, APO ഇതെന്താണ്? 42 ആണ്. CQO 38, CQO ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വരയ്ക്കേണ്ടി വരും. 38. ഫൈൻഡ് ദ വാല്യൂ ഓഫ് POQ. ഇത് മൊത്തത്തിൽ 2ഉം 3ഉം കൂട്ടുന്നതാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പാരലാണ്. അവിടെ പാരല തന്നിട്ടില്ല, പാരലാണ്, ലൈൻസ് പാരലാണ്. കാണുമ്പോൾ നോക്കണം. അപ്പോൾ ലൈൻസ് പാരലാണെന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ, അപ്പോൾ ഇതിനകത്ത് ഇത് നോക്കേ, നിങ്ങൾ നോക്കേ, ഇതെന്ന് പറഞ്ഞാൽ നോക്കുക ആ ഒരു ഫിഗർ അല്ലേ? നോക്കേ സെയിം ആ ഫിഗർ തന്നെയല്ലേ ഈ വരച്ച് വെച്ചേക്കുന്നത്. അവന്മാർ കുറച്ച് ലൈൻ എക്സ്ട്രാ ഉണ്ടെന്നല്ലേ ഉള്ളൂ. സെയിം ഈ പച്ച വര പോകുന്ന വഴി നോക്കേ, അല്ലെ നീല വര പോകുന്ന വഴി നോക്കേ. ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇവിടെ എത്തി ഇങ്ങനെ വന്നു. ഇവിടെ നോക്ക്, നമുക്ക് ഇതും തന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കുള്ള ഈ ആംഗിളാണ് വേണ്ടുന്നത്. സെയിം സാധനമല്ലേ ഇവിടെ വരച്ചേക്കുന്നത്. ഇതും തന്നിട്ടുണ്ട്, ഇടയ്ക്കുള്ള ആംഗിൾ വേണം. അപ്പോൾ ഇതും തന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുന്നത് 42 + 38 നമുക്ക് 80 ആൻസർ കിട്ടും. ഓപ്ഷൻ സി കൊടുക്കാം. വേറൊരു പേനയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പാരൽ ലൈൻ വരച്ചു. ഇതൊന്നാണെങ്കിൽ ഇത് 42 ആണെങ്കിൽ ഇത് 42, ഇത് 38 ആണെങ്കിൽ 38. എങ്ങനെ? ഇൻറ്റീരിയർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ABയും CDയും പാരലാണ്. ആയിക്കോട്ടെ, പാരലിൻ്റെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂ വേണം. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ടോട്ടൽ സ്ട്രേറ്റ് ലൈൻ AB എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ ആണ്. സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ആണ്. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര വരും? 80 എന്ന് വരും. 80 ഉണ്ട് 30 ഉണ്ട്. നമുക്ക് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 80 + 30 110 ആയിരിക്കും. കാര്യം നമ്മൾ പഠിച്ചു, ഈ ഫിഗറിന് എവിടെ കണ്ടാലും നിങ്ങൾ തെറ്റിക്കത്തില്ല. ഇതുകൂടെ കൂട്ടുന്നത് എന്തായിരിക്കും? എക്സ് ആണെങ്കിൽ വൈ ആണെങ്കിൽ ഇത് എക്സ് + y ആയിരിക്കും. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? മറക്കരുത് ആ ഒരു ഫിഗറിനെ. അപ്പോൾ ഇനി എവിടെ വന്നാലും 80 30 കൂട്ടി 110 ആയിരിക്കും ഈ നടുക്ക് വരുന്നത്. അപ്പോൾ എക്സ് + 10ൻ്റെ വാല്യൂ 110 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വന്നേ പറ്റൂ? 100 വന്നേ പറ്റൂ. എക്സ് 100 ആയാലേ എക്സിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ എന്ത് വരത്തുള്ളൂ? 110 നമുക്ക് ആൻസർ എടുത്തുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ആവശ്യമുള്ളൂ. യെസ്, എക്സിൻ്റെ വാല്യൂ 100 കിട്ടും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ഫിഗർ PQ RS എന്താണ്? പാരലാണ്. PQ RS പാരലാണ്. MSQ 135, MXQ 135 ആണ്. ആൻഡ് MYR 40 തന്നിട്ടുണ്ട്. ഫൈൻഡ് XMY ഇതിൻ്റെ ഇടയ്ക്ക് ഇത് 135 ആണെങ്കിൽ PQ സ്ട്രേറ്റ് ലൈൻ ആണ്. ടോട്ടൽ 180 ആണ്. 135 ഇവിടെ തന്നിട്ടുണ്ട്. എത്ര കൂട്ടിയാൽ 180 വരും? 45 കൂടെ കൂട്ടണം. അപ്പോൾ ഇതെന്താണ്? 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിഗർ വന്നു. നമുക്ക് വേണ്ടുന്ന ഫിഗർ വന്നു. കണ്ടോ? ഇപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 40 കൂട്ടി 85 ഡിഗ്രി. ഓപ്ഷൻ എ കൊടുക്കാം. ഇനി ആ ഒരു ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇൻ ദ ഫിഗർ ബിലോ, യെസ്, ലൈൻസ് കെയും എല്ലും എന്താണ്? പാരലാണ്. കെയും എല്ലും പാരലാണ്. ദ വാല്യൂ ഓഫ് A + B. എ എന്ന് പറഞ്ഞതാണ്, ഇവിടെയാണ് A + Bയുടെ വാല്യൂ. A + Bയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാച്ചി ഫിഗറാണ്, നമ്മുടെ ഫിഗറാണ്. എയും ബിയും കൂടെ കൂട്ടുന്നത് എങ്ങനെ വന്നതെന്ന് പറഞ്ഞു തന്നു. പാരലായിട്ട് വരച്ചിട്ട് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു തന്നു. ഇനി അതൊന്നും നമ്മൾ ചെയ്യേണ്ട. എയും ബിയും കൂടെ കൂട്ടുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. എത്ര സിമ്പിളായിട്ട്, എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. അത് അപ്പം തന്നെ എഴുതിക്കോണം. യെസ്, കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് എത്ര ക്വസ്റ്റ്യൻ? 1 2 3 4 5 6 7 8 9 10 11 12 ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു. 12 ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെറിയ ക്ലാസ്സുകളിലൂടെ തരാം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ക്ലാസിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതായിരിക്കും. ഓക്കെ, ടൈം കിട്ടുന്നതനുസരിച്ച് തരും. റെയിൽവേയുടെ ബാക്കി ക്ലാസ്സുകൾ റേഷ്യോ പ്രൊപ്പോർഷൻ തീരാനുണ്ട്, അതൊക്കെ തീർക്കും. നമ്മുടെ അർജുന ബാച്ചിലെ ക്ലാസ്സുകൾ തുടങ്ങും. ഓക്കെ, ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക. ഇത്രമാത്രം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇതില്ല. 300-ൽ പുറത്ത് വീഡിയോസായി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് കാണാത്തവരൊക്കെ കാണുക, വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെയിൽ അയച്ച് ചോദിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു, ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇങ്ങനൊരു ഇതില്ലായിരുന്നു. അപ്പോൾ അത് എന്ത് മെൻറ്റർഷിപ്പിന് വേണ്ടിയോ എന്ത് ഗൈഡൻസിന് വേണ്ടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന ഗൈഡൻസ് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക്
അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അത് ഞാൻ ഇടയ്ക്ക് ചില ക്വസ്റ്റിൻ്റെയൊക്കെ സൊല്യൂഷൻ ഡൗട്ടായിട്ട് ഇടാറുണ്ട്. ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടാറുണ്ട്. അതൊക്കെ കണ്ട് പഠിക്കുക, ക്ലാസ് നോട്ടുകളെല്ലാം കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. യെസ്, ഓക്കെ.